പോസ്റ്റ് ഓൺ റിപ്പോർട്ടർ യുവതിയെ പ്രണയം നടിച്ച് പണം തട്ടിയെടുത്ത കേസിൽ റിയാലിറ്റി ഷോ താരം ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു യുവതിയുടെ മൊഴി. എസ് ശരൺ കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട്. ശരൺ, അപ്പോൾ ഈ യുവതിയുടെ പരാതിയുടെ കൂടുതൽ ഉള്ളടക്കം അതെന്താണെന്ന് വിശദമായി പറയൂ. അതോടൊപ്പം ഈ പോലീസ് കേസിന്റെ വിശദാംശങ്ങൾ കൂടി. ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, പാലാരിവട്ടം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യുവതിയുടെ മൊഴി വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്ത്രീത്വത്തെ അവമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനും പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസ് കോഴിക്കോട് പോലീസിനെ കൈമാറാനാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കാരണം ഈ സംഭവ സ്ഥലം കോഴിക്കോടാണെന്നാണ്. അതായത് ഈ രണ്ടു പേരും കോഴിക്കോട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് 0 FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഇപ്പോൾ കോഴിക്കോട് പോലീസിനെ കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ യുവതി പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം പ്രണയം നടിച്ച് ഈ ഷിയാസ് കരീം ഈ 65 ലക്ഷം രൂപ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പ്രണയം നടിച്ച് പ്രണയം നടിച്ചതിന് ശേഷം വലിയ രീതിയിൽ ഇരുവരും തമ്മിൽ സൗഹൃദത്തിൽ ആകുന്നു. അതിനുശേഷം 65 ലക്ഷം രൂപ തന്റെ ജിമ്മിന്റെ നവീകരണത്തിന് വേണ്ടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ 65 ലക്ഷം രൂപ താൻ കൈമാറുന്നു. പിന്നീടാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പണം തിരികെ ചോദിച്ചെങ്കിലും ഈ ഷിയാസ് തിരികെ നൽകാൻ തയ്യാറായിരുന്നില്ല. ഒപ്പം തന്നെ ഷിയാസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതായത് നഗ്ന ചിത്രങ്ങൾ പോൺ സൈറ്റുകൾക്ക് അയച്ചു നൽകുമെന്നുള്ളതായിരുന്നു ഭീഷണി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ കൂടിയാണ് യുവതി ഇത്തരത്തിലൊരു പരാതി പാലാരിവട്ടം പോലീസിന് നൽകുകയും പാലാരിവട്ടം പോലീസ് ഇപ്പോൾ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഇതിൽ BNS 79 അടക്കമുള്ള വകുപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നോൺ ബെയിലബിൾ ഒഫൻസ് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഷിയാസിന്റെ പ്രതികരണം നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നതാണ്. താൻ ഇതൊരു വ്യാജ പരാതിയാണ് യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ് ഷിയാസ് ആരോപിക്കുന്നത്. എന്തായാലും ഷിയാസ് ഇത്തരത്തിൽ ഒരു കേസ് വന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. യെസ്, അപ്പോൾ അതാണ് ഷിയാസിന്റെ അടുത്ത് നീക്കമെന്ന് മനസ്സിലാവുന്നു. ഷെർണപ്പൊളി, ഷിയാസ് ഫേസ്ബുക്കിലൂടെയാണോ സോഷ്യൽ മീഡിയയിലൂടെയാണോ ഇപ്പോൾ ഷിയാസിന്റെ ഒരു വിശദീകരണം നടത്തിയിരിക്കുന്നത്? എന്താണ് കൂടുതലായിട്ട് ഇപ്പോൾ ഷിയാസ് ആ ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ? അതായത് എന്തിന് ഇത്തരത്തിൽ ആ ഒരു യുവതി ഇത്തരത്തിലൊരു പരാതി കൊടുക്കണം? ഇവർ തമ്മിൽ ശരിക്കും പരിചയമുള്ളതാണോ? ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നോ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വസ്തുതയുണ്ടോ? ഏതെങ്കിലും ഒരു ചെറിയ പണത്തിൻ്റെയെങ്കിലും ഇടപാട് പരസ്പരം നടന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം ഉണ്ടോ ആ ഒരു പോസ്റ്റിൽ? ഷിയാസ് കരീം പ്രധാനമായും സമൂഹ മാധ്യമങ്ങൾ, അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അതായത് ഇത്തരത്തിലൊരു പരാതി യുവതി പോലീസിന് കൈമാറി എന്നുള്ള വിവരം വരുന്നു. അതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി പോസ്റ്റ് വന്നിരിക്കുന്നത്. ആ പോസ്റ്റിൽ പ്രധാനമായും ഷിയാസ് കരീം പറയുന്നത് യുവതിയുടേത് വ്യാജ പരാതിയാണെന്നുള്ളതാണ്. സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നുള്ളത് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഷിയാസ് കരീം അത് തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഇത് യുവതിയുടെ വ്യാജ പരാതി എന്നുള്ളതാണ് ഷിയാസിന്റെ ആരോപണം. നിയമപരമായി താൻ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സത്യം വൈകാതെ തന്നെ പുറത്തു വരുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഷിയാസ് നിയമപരമായിട്ട് നേരിടാൻ തയ്യാറാണ് എന്ന് അറിയിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് വരുമ്പോൾ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി വളരെ വേഗത്തിൽ തന്നെ നടപടികൾ കോഴിക്കോട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. 0 FIR ഇട്ട് അത് കോഴിക്കോട് പോലീസിന് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ കോഴിക്കോട് പോലീസ് ഈ കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. ഷിയാസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഇതിനിടയിൽ ഷിയാസ് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ. ഇപ്പോൾ ഇത് ഈ യുവതിയുടെ പരാതി അനുസരിച്ചാണെങ്കിൽ ഏകദേശം എത്ര നാളുകൾക്ക് മുമ്പ്, എത്ര വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായിട്ടാണ് ഈ പരാതിയിലൂടെ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ വ്യാജ പരാതിയാണെന്ന് ഷിയാസ് പറയുമ്പോഴും ഇത്തരത്തിലൊരു വ്യാജ ആരോപണം അങ്ങനെയെങ്കിൽ ഈ യുവതി ഷിയാസ് നേരെ ഉന്നയിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്താണ് ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു പക എന്തുകൊണ്ടാണ് ഇപ്പോൾ ഷിയാസിനോട് യുവതിക്ക് തോന്നേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു വിശദീകരണം ഉണ്ടോ ഈ വീഡിയോയിൽ?
തീർച്ചയായിട്ടും. അതായത് രണ്ടുപേരും തമ്മിൽ നേരത്തെ സൗഹൃദത്തിലായിരുന്നു, അല്ലെങ്കിൽ പരിചയമുണ്ടായിരുന്നു എന്നുള്ളത് ഷിയാസ് പറയുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം ഇതൊരു വൈരാഗ്യത്തെ തുടർന്നുള്ള പരാതി എന്നുള്ളത് കൂടിയാണ് ഷിയാസ് പറഞ്ഞു വയ്ക്കുന്നത്. അതിന് കാരണം, അതായത് നേരത്തെ ഇത്തരത്തിൽ ഈ തന്റെ കുടുംബത്തിൽ നിന്ന് യുവതി പണം വാങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. യുവതിയിൽ നിന്ന് താൻ പണം കൈപ്പറ്റുകയാണ്. പരസ്പരം ഇത് പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്, ഓരോ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം താൻ ഇത്തരത്തിൽ തന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതി തന്നെ അപമാനിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ താൻ കോടതിയെ സമീപിക്കുന്നു. അതായത് യുവതിക്കെതിരെ ഒരു പരാതി നൽകുന്നു. അതിൽ യുവതിക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ യുവതി കൗണ്ടർ കേസുമായിട്ട്, അതായത് അത്തരത്തിൽ ഒരു താൻ കൊടുത്ത കേസിന് ബദലായിട്ട് ഒരു കേസ് നിലയിലാണ് യുവതി ഇപ്പോൾ വ്യാജ പരാതി ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഷിയാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇവർക്കിടയിൽ ഇത്തരത്തിലൊരു കേസ് നിലവിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഷിഹാസ്. അതായത് ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ തർക്കം നിലനിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ വകുപ്പിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. കാരണം അത് അതിജീവിതയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമായി മാറും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം 3 വർഷം മുമ്പ് ഇത്തരത്തിൽ ഏകദേശം സമാനമായ ഒരു ലൈംഗിക പീഡന പരാതി ഇത്തരത്തിൽ ഷിയാസിനെതിരെ വരികയും ഷിയാസിനെ പോലീസ് പിടികൂടുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ അതിനേക്കാൾ ഗൗരവമായ പുതിയൊരു കേസാണ് വരുന്നത്. 65 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് മാത്രമല്ല, അവിടെ ഒരു ബലാത്സംഗം നടത്തിയെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നഗ്ന ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഷിയാസിന്റെ വിശദീകരണമായി വരുന്നത് താൻ നിരപരാധിയാണ്, വ്യാജ ആരോപണമാണ്, തന്നോട് പക പോക്കുകയാണ് എന്നുള്ളതാണ്.